ദൈവം തീ പോലെയാണ്, ഒരു തണുത്തുറഞ്ഞ അനുഭവമല്ല, ജ്വലിക്കുന്ന അനുഭവമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം. പെട്ടെന്ന് അഗ്നാവായിട്ട് വരികയാണ്. ഈശ്വര ഹൃദയം നമ്മൾ വരച്ചു വെക്കുമ്പോൾ തിരുഹൃദയം കത്തുന്ന ഹൃദയമാണ്. പക്ഷേ അമ്മയുടെ ഹൃദയം ചിത്രീകരിക്കുമ്പോഴും ഇവരുടെ ഹൃദയം കത്തുന്ന ഹൃദയമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവനെന്നുള്ള ഈശോയുടെ ഉപദേശത്തെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ടുള്ള വചന വിചിന്തന പരമ്പരയുടെ 19ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള സംബോധന സ്വർഗത്തിന്റെ അനുഭവം, അത് അകലെയുള്ള ദൈവത്തെക്കുറിച്ചാണ്, നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെക്കുറിച്ചാണ് എന്ന് സഭയുടെ മതബോധന ഗ്രന്ഥം വിശുദ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് പഠിപ്പിക്കും. നമ്മൾ ശ്രദ്ധിച്ചു. നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്ഥാനത്തെ കുറിച്ച് വചനം പങ്കുവെക്കുന്ന വിശുദ്ധരെ അമ്പത്തരശ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നതൊക്കെ നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞ സെഷനിൽ. ഇനി അത് സ്വർഗത്തെക്കുറിച്ച് ഉള്ള 3 കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് 3 കാര്യങ്ങളാണ് പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ വിശുദ്ധരുടെ സാന്നിധ്യം, 2 അവര് സ്വർഗത്തിലുള്ള ഒരു ദൈവത്തെ അനുഭവിച്ചറിയുന്നവർ ദൈവം സ്തുതിച്ച് ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 3 അതിന്റെ പരമേ അവര് സ്വർഗീയ ആനന്ദം, സന്തോഷം നിറയുന്നു. ഈ 3 കാര്യങ്ങൾ വരുന്നത് സ്വർഗമാകുന്നത്. അപ്പൊ ആ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നോക്കിയെടുക്കുകയാണ്. ഒന്നാമത്തെ നമ്മൾ പറയും നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ വിശുദ്ധരും മാലാഖമാരെല്ലാം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ അത് എന്ത് നമുക്ക് അനുഭവമാകാത്തത്? അതൊരു അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവ് വഴി നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റി കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പൊ അച്ചാരമായിട്ട് ഒരു ടോക്കൺ ആയിട്ട് നൽകപ്പെട്ടതിനെ എന്ത് ചെയ്യണം? എങ്ങനെ നിറവാക്കി മാറ്റിയെടുക്കണം? അത് 2ാമത്തെ കാര്യം. സ്വർഗത്തില് ദൈവം ഉള്ളത് കൊണ്ട് മാത്രം സ്വർഗം ആവുകയല്ല, മറിച്ച് സ്വർഗമാകുന്നത് ദൈവത്തെ അനുഭവിക്കുന്നവര് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ച് ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തും. അവിടെയാണ്. അപ്പൊ നമുക്ക് ദൈവസാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രം സ്വർഗത്തിന്റെ അനുഭവം വരികയല്ല. ആ ദൈവത്തെ സ്നേഹിക്കണം, സ്തുതിച്ച് ആരാധിക്കണം, അനുഭവിക്കണം. ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ, പക്ഷെ എല്ലായിടത്തും സ്വർഗമില്ലല്ലോ. നമ്മുടെ പള്ളികളിലൊക്കെ ദീപികാരനെ സൂക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ കുർബാന, ഈശോയുടെ സാന്നിധ്യമല്ല. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. കുർബാന സൂക്ഷിച്ചിരിക്കുന്ന പള്ളികളിലെല്ലാം സ്വർഗത്തിന് അനുഭവം ആകുന്നുണ്ടോ? കുർബാന സ്വീകരിച്ചിട്ട് വരുന്ന വ്യക്തികളെല്ലാം സ്വർഗീയ അനുഭവത്തിലാകുന്നുണ്ടോ? കുർബാന സ്വീകരിച്ചത് മാത്രം നമുക്കറിയാം ആകുന്നില്ല. ദൈവമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്, ദൈവികാരന്റെ സാന്നിധ്യം ദൈവമുണ്ട്, സ്വീകരിക്കുന്ന വ്യക്തി ദൈവമുണ്ട്. പക്ഷെ എവിടെയോ ആ സാന്നിധ്യം അനുഭവം മാറുന്നില്ല. അപ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടതുകൊണ്ട് മാത്രമായില്ല, ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഉള്ളങ്ങള് തയ്യാറാവണം. തീപ്പൊരി വന്ന് വീണാല് ഒരു സ്ഥലത്തെത്തി ഉണങ്ങിക്കിടക്കുന്ന പുല്ലില്, വേനൽക്കാലത്ത് മലഞ്ചെരുവില് മല മുഴുവൻ ഉണങ്ങി പുല്ല് കരിഞ്ഞു കിടക്കുന്നു. ഒരു തീപ്പൊരി പാറി പറന്ന് വീണാൽ മതി, അവിടെ മുഴുവൻ തീ പടരും, മല മുഴുവൻ കത്തും. പെട്രോൾ പമ്പില് മൊബൈൽ ഫോൺ പോലും ഓഫാക്കണമെന്ന് പറയും. തീപ്പെട്ടി വരയ്ക്കരുത്, ലാമ്പ് തെളിക്കരുത്. പെട്രോൾ പമ്പുകളില് പെട്രോൾ ബാഷ്പം ഉണ്ടാവും, അപകടമാണ്. പെട്രോൾ ബാഷ്പം നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഒരു ചെറിയ തീപ്പൊരി വന്നാൽ മതി, സ്ഫോടനമുണ്ടായി അഗ്നി കത്തും. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുന്ന രംഗം നമ്മള് ലൂക്കാ 1 കാണുന്നുണ്ട്. ആ വീട്ടിൽ ചെന്നിട്ട് പരിശുദ്ധ അമ്മ സമാധാനം ആശംസിച്ചു. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ യഹൂദര് ഷാലോം എന്നാണ് അഭിവാദനം പറഞ്ഞിരുന്നത്, സമാധാനം ആശംസിച്ചു. ആ അഭിവാദന സ്വരം ആ വീട്ടിൽ മുഴങ്ങിയതേ ഒരു വലിയ സംഭവം ഉണ്ടായി. ആ വീട്ടിലുണ്ടായിരുന്ന എലിസബത്ത്, ആ കുടുംബാംഗങ്ങള്, എലിസബത്തിനുള്ളിൽ ശിശു പോലും പരിശുദ്ധാത്മ അഗ്നിയിൽ കത്തി ജ്വലിച്ചു. ശിശുവിന്റെ ഉദയത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കുതിച്ചാടിയെന്ന് എലിസബത്ത് പറഞ്ഞു. അത് പരിശുദ്ധാത്മാവിനെ നിറയുന്നതാണ്. മുമ്പിലുള്ള വാക്യങ്ങളില് സക്കറിയായിക്ക് ഗബ്രിയേൽ വന്ന് പറഞ്ഞിരുന്നു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ നിറയും. ആ നിറഞ്ഞ അനുഭവമാണ് ഉദരത്തിലെ കുഞ്ഞ് ആനന്ദം കൊണ്ട് തുള്ളിയത്. പരിശുദ്ധാത്മാവിന്റെ ആനന്ദമാണത്. അപ്പൊ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ഒരു വാക്ക് അവിടെ വന്നപ്പോൾ, സ്വരം കേട്ടപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് തീ പിടിച്ചത്? പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ അഗ്നിയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ പേര് വരും എന്ന് ഗബ്രിയേൽ മറിയത്തോട് പറഞ്ഞു. നിന്റെ വാക്ക് വരും, ഭവിക്കട്ടെ എന്ന് മറിയവും പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉള്ളിൽ കിട്ടി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു തീയുടെ സാന്നിധ്യമായിട്ട് പെന്തക്കോസ്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോസ്തലർ 2 പിളർന്ന അഗ്നിനാവുകളായിട്ട് ദൈവസാന്നിധ്യം അപ്പോസ്തലന്മാരുടെ മേൽ വന്നു, അഗ്നിനാവുകളായിട്ട്. ഹെബ്രായ ലേഖനത്തിന്റെ 12ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യം, 29ാം വാക്യം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പഴയ നിയമത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം
അഗ്നി സമാനം കാണപ്പെടുന്നത് നമുക്കറിയാം. പുറപ്പാട് 3-ാം അധ്യായത്തില് ഹോറേബ് മലയില് കത്തി എരിയുന്ന മുൾപ്പടർപ്പ് ദൈവം പ്രത്യക്ഷപ്പെടുന്നു. മുൾപ്പടർപ്പ് കത്തി എരിയുകയാണ്. അഗ്നിയിൽ അധികം പ്രത്യക്ഷപ്പെടുന്നു മോശയ്ക്ക്. മോശ കയറി ചെല്ലുന്നത് നമുക്കറിയാം. പിന്നീട് സീനാ മലമുകളിൽ ദൈവസഭയിലേക്ക് മോശ കയറി ചെല്ലുമ്പോൾ മല മുഴുവൻ കത്തി എരിയുകയായിരുന്നു. ആ സാന്നിധ്യത്തിന് മോശ സമയം ചെലവഴിച്ചപ്പം മോശയും തീ പിടിച്ച പോലെ, തീക്കകത്ത് കിടക്കുന്ന ഇരുമ്പ് കഷ്ണം തീ നിറഞ്ഞിട്ട് തീ പോലെ ജ്വലിക്കുന്ന പോലെ മോശയും തേജസ് നിറഞ്ഞതായിട്ട് മാറി നമ്മുടെ കൈസൊരു കാണിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 49-ാം തിരുവചനം. അവിടെ നമ്മൾ വായിക്കുകയാണ്, ഈശോ പറയുന്നത്, ഞാൻ ഭൂമി തീയിടാൻ വേണ്ടി വന്നിരിക്കുന്നു. അത് പണ്ടേ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ, അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് ഈശോ ഇങ്ങനെ എക്സ്ക്ലെയിം ചെയ്യുകയാണ്. തീവ്രമായ ആഗ്രഹത്തോടെ പറയാൻ, എക്സ്ക്ലമേഷൻ മാർക്കോടെ പറയാണ്, പണ്ടേ കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ. ദൈവം തീ പോലെയാണ്, ഒരു തണുത്തുറഞ്ഞ അനുഭവമല്ല, ജ്വലിക്കുന്ന അനുഭവമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നമ്മുടെ ദൈവം. പെട്ടെന്ന് അഗ്നാവായിട്ട് വരികയാണ്. ഈശ്വര ഹൃദയം നമ്മൾ വരച്ചു വെക്കുമ്പോൾ തിരുഹൃദയം കത്തുന്ന ഹൃദയമാണ്. പക്ഷേ അമ്മയുടെ ഹൃദയം ചിത്രീകരിക്കുമ്പോൾ ഇവരുടെ ഹൃദയം കത്തുന്ന ഹൃദയമാണ്. തീ പിടിച്ച വ്യക്തികൾ എന്ന് പറയും, നമുക്കറിയാമല്ലോ. അപ്പം ദൈവസാന്നിധ്യം തീയാണ്. പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നു പറയുമ്പോൾ ദൈവസാന്നിധ്യം ഒരു തീപ്പൊരിയായിട്ട് തന്നിരിക്കുന്നല്ലേ അർത്ഥം. തീപ്പൊരിയായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒരു തീപ്പൊരിയെ നമ്മൾ ശ്രദ്ധിച്ച് ഊതി കത്തിച്ചാൽ എത്ര വലിയ അഗ്നികുണ്ഡമായിട്ട് മാറ്റാൻ പറ്റും. നിന്ന് കത്തുന്ന പ്രദേശം മുഴുവൻ കത്തുന്ന അവസ്ഥ കൊണ്ടാൻ പറ്റും. അതേസമയം തീപ്പൊരിയെ കെടുത്തിക്കളഞ്ഞാൽ, അവഗണിച്ച് കളഞ്ഞാൽ, തീപ്പൊരി പറന്നു വന്നിരുന്നു, അത് ഉറങ്ങിയ പുല്ലിലാണ് അല്ലെ പെട്രോൾ ബാഷ്പത്തിലാണ് വന്നിരിക്കുന്നെങ്കിൽ അവിടെ കാളിക്കത്തും. പറഞ്ഞ പോലെ എലിസബത്തിന്റെ വീട്ടില് ആ വീട് മുഴുവനും വിശുദ്ധി കൊണ്ട് നിറഞ്ഞ് നീതിയിലും സ്നേഹത്തിനും വിശുദ്ധിയിലും ജീവിക്കുന്ന എലിസബത്ത് സഖറിയായും ഉണങ്ങിയ മല, പുല്ല് ഉണങ്ങി കിടക്കുന്ന മല പോലെയാണ്, അല്ലെ പെട്രോൾ ബാഷ്പം നിറഞ്ഞു നിൽക്കുന്ന പെട്രോൾ പമ്പ് പോലെയാണ്. പരിശുദ്ധ അമ്മയുടെ വാക്കിലൂടെയുള്ള ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ തീപ്പൊരി എലിസബത്തിന്റെ വീട്ടിലേക്ക് വന്ന് വീണപ്പോഴേ പെട്രോൾ ബാഷ്പമെടുത്ത് തീപ്പൊരി വീണപ്പോൾ കത്തി സ്ഫോടനം ഉണ്ടാകുന്ന പോലെ, അഗ്നിപ്രളയം ഉണ്ടാകുന്ന പോലെ എലിസബത്തിന്റെ വീട് മുഴുവൻ പരിശുദ്ധാത്മാ അഗ്നി കത്തി, ഉദരത്തിന് കുഞ്ഞു പോലും പൊള്ളി. അപ്പൊ അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ ആക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മ തീപ്പൊരി കത്തി ജ്വലിക്കാനിട വരിക. പൗലോസ് തിമോത്തിക്കുള്ള 2-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം പുസ്തകം പറയാണ്, എന്റെ കൈവപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക കൃപാവരത്തെ നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം, കത്തിക്കണം. കത്തിച്ചില്ലായി കിട്ടുപോകും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാകും തീപ്പൊരിയെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് ഉജ്ജ്വലിപ്പിക്കണം. ഇവിടെ സിറമറുമർ കുർബാന ക്രമത്തില് സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന കുർബാന സ്വീകരണത്തിന് മുൻപ് ചൊല്ലുമ്പോൾ അതിന് ആമുഖമായിട്ട് 2 പ്രാർത്ഥനകൾ അച്ഛന്മാർക്ക് ചെല്ലാൻ വേണ്ടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞായറാഴ്ചകളിലെ സാധാരണ ദിവസങ്ങളിൽ ചെല്ലാൻ, മറ്റത് കർത്താവിൻ്റെ തിരുനാളുകളിലും വലിയ തിരുനാളുകളിൽ ചെല്ലാൻ വേണ്ടിയുള്ളതാണ്. ആ 2ാമത്തെ പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കാറുള്ളൊരു, പക്ഷേ അതിനകത്ത് ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ട്, ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായിട്ട് ഭവിക്കട്ടെ. ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കുമ്പോൾ, അധരം എങ്ങനെയാണ് ജ്വലിക്കുക? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പഴയ പിതാക്കന്മാർ അതായി മാറി, അല്ലെങ്കിൽ തെയഡോറ്, അല്ലെങ്കിൽ നെസ്റ്റോറിയസ്, അവിടെയൊക്കെ കുദാശക്രമങ്ങൾ നമുക്ക് സിറമർമ്മ കുർബാനക്രമത്തിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പിതാക്കന്മാർ അന്ന് കുറിച്ചപ്പോൾ കുർബാനക്രമത്തിൽ അവർ കുറിച്ച് വെച്ച വാക്കുകളാണിത്. ജ്വലിക്കുന്ന അധരങ്ങളെ കൊണ്ട് സ്തോത്രം ആലപിക്കണം. ജ്വലിക്കുന്ന അധരം എന്നതിനർത്ഥം തീ പിടിച്ച കത്തുന്ന അധരം എന്നാണ്. പൊള്ളുന്ന അധരം നമുക്ക് ചിലപ്പോൾ അറിയാം. പോലെ ചൂട് ദാഹിച്ചിരിക്കും, പെട്ടെന്ന് കാപ്പി കിട്ടി, എടുത്ത് നമ്മൾ വായിലേക്ക് ഒഴിച്ചു. ചൂട് കാപ്പിയല്ല, ചായ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പൊള്ളുന്ന ചൂട്, തിളയ്ക്കുന്ന ചൂടാ. അപ്പൊ നമുക്കത് തുപ്പാൻ പറ്റുന്നില്ല, സാഹചര്യം കൊണ്ട് ഇറക്കാനും പറ്റുന്നില്ല. പൊള്ളിയിട്ട് നമ്മൾ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനായപ്പോൾ നമുക്കറിയാം. പൊള്ളുന്ന അവസ്ഥ, പൊള്ളുന്ന അധരത്തിന്റെ അവസ്ഥ അതുപോലെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിയന്ത്രണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പൊ കത്തുന്ന അധരം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിൽ കത്തിക്കിട്ട നാളങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അധരം ജ്വലിക്കുന്ന അവസ്ഥയായിട്ട് മാറും. അങ്ങനെ ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കണമെന്നാണ്.
കുർബാനക്രമത്തിൽ നമ്മുടെ പണ്ടത്തെ പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ജ്വലിച്ച് സ്തുതിക്കുന്ന അനേകരെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്വർഗത്തിൻ്റെ അനുഭവം ശക്തമായി സ്തുതിപ്പ്, രാവുകൾ ഇടപെടാതെ സ്തുതിക്കുന്നു, ശക്തമായിട്ട് സ്തുതിക്കുന്നു, ഇടിമുഴക്കം പോലെ, പെരുവെള്ള ചാട്ടം പോലെ. വെളിപാട് 19 ആദ്യ വാക്കുകളാണ്. ഗംഭീരമായി ഇടിമുഴക്കം പോലെ ശക്തമായ സ്തുതിപ്പാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലും സ്വർഗദർശനമുണ്ടാകുന്ന യേശയ്യ പറയുകയാണ്, അദ്ദേഹമായിരുന്ന ദേവാലയത്തിന്റെ ഭൂമുഖത്തിന്റെ അടിത്തറ പോലും ഇളകി ഈ സറാഫുകളുടെ പരിശുദ്ധൻ പരിശുദ്ധൻ സ്തുതിപ്പിന്റെ ശബ്ദഘോഷത്താൽ. ഇപ്പൊ സ്വർഗത്തിന്റെ സ്തുതിപ്പ് എന്ന് പറയുന്നത് ശക്തമായി ജ്വലിക്കുന്ന സ്തുതിപ്പിന്റെ അഭിഷേകമാണ്, അനുഭവമാണ്. അപ്പൊ നമുക്ക് ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഈ തീപ്പൊരിയെ കെടുത്തി കളയണോ അത് ജ്വലിപ്പിക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത് നമുക്ക് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. തമ്പുരാൻ നമുക്ക് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര പതിച്ചു, മാർക്ക് ചെയ്തു, റിസേർവ്ഡ്, ബുക്ക് ചെയ്തിരിക്കുന്നു. ഈ വ്യക്തിയെ എനിക്ക് വേണ്ടി, ഈ ആത്മാവ് എൻ്റെ സ്വന്തമാണ്, ഞാൻ നേടിയെടുത്തു, ഞാൻ വില കൊടുത്തു കഴിഞ്ഞു, അച്ചാരമായിട്ട് വെച്ചിരിക്കുകയാണ്. അതനുസരിച്ച് നമുക്ക് ദൈവത്തിൻ്റെതായിട്ട് മാറണമോ അതോ അച്ചാരമായുള്ള മുദ്രയെ തൂത്ത് കളഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി പരിശുദ്ധാത്മാവിനെ കൊഴുത്തി കളഞ്ഞുകൊണ്ട് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ പറയുന്നുണ്ട്, നമ്പരത്തോടു കൂടി ഓർപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുത്, കെടുത്തി കളയരുത്, ആത്മാവിനെ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിക്ക 5:10 വാക്യം, ആത്മാവിനെ നിർവീര്യമാക്കരുത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡു നോട്ട് ക്വെഞ്ച് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്, തീയാണ്, അത് കെടുത്തി കളയരുത്, നിർവീര്യമാക്കരുത്. വെറുതെ നീറിക്കിടക്കുന്ന ചാരത്തിന് കീഴെ കിടന്ന് എരിയുന്ന വെറും തീപ്പൊരി പോലെ അടിയിലാക്കരുത്, കത്തുന്ന അവസ്ഥയിൽ കൊണ്ടുവരണം. ഇങ്ങനെയാണ് നമുക്ക് സ്വർഗീയരായിട്ട് മാറാനായിട്ട് പറ്റുക. അപ്പൊ സ്വർഗത്തെ പറ്റി 3 കാര്യം പറഞ്ഞല്ലോ. പിന്നെ ഓർപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ, ആവർത്തനമെന്ന് പറയുന്ന പത്രസംബന്ധം പറയുന്നുണ്ട്, ഒരു കാര്യം തന്നെ ആവർത്തിക്കാൻ എനിക്ക് മടുപ്പില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പ് നൽകും. അവിടെ നീ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പത്രം പറയുന്നുണ്ട്, അതുകൊണ്ടാ എന്നെ ആവർത്തിക്കുന്നത്, ക്ഷമിക്കുക. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം, വിശുദ്ധ സാന്നിധ്യം. ആ വിശുദ്ധ ദൈവത്തെ അനുഭവിച്ചിട്ട് ഉറക്കെ സ്തുതിക്കുന്നു. രണ്ടാമത്തേത് ആരാധിക്കുന്നു. അതിന്റെ ഫലം അനുഭവിക്കുന്നത് മൂന്നാമത്. ഈ 3 വരുമ്പോൾ സ്വർഗം ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിൽ സ്വർഗം ഉണ്ടാകണമോ? ഈ 3 കാര്യം വേണം. 2 കഴിഞ്ഞ് നമുക്ക് 3-ാമത്തെ അർത്ഥത്തിൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നമ്മോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.